സിന്ദാബാദ് സുപ്രമദാക സിന്ദാബാദ് ഉയരട്ടെങ്ങനെ ഉയരട്ടെ ഉയരട്ടെങ്ങനെ ഉയരട്ടെ വാനിൽ ഉയർന്നു പറക്കട്ടെ. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ ചേർന്ന മണ്ണാൻ വണ്ണാൻ സമുദായ സംഘം മലപ്പുറം ജില്ലാ സമ്മേളനം TV ഇബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ തലത്തിൽ അവതരിപ്പിച്ച പരിഹാരം കാണുന്നതിന് ശ്രമിക്കുമെന്ന് MLA അറിയിച്ചു. ഞാൻ ആഗ്രഹിക്കുന്നു, എല്ലാ ആശംസകളും നേരുന്നു. ഒരു ജില്ലാ സമ്മേളനത്തിന് ഇത്രയധികം ആളുകളുടെ പങ്കാളിത്തവും സാന്നിധ്യവും ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ സംഘടനയ്ക്ക് ഏറ്റവും നന്നായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിന് ഒരു പ്രചോദനമായി മാറുകയും ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. സംഘടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് വളരെ ഭംഗിയായി വ്യക്തമായി ഏതൊരധ്യായരുടെ മുമ്പിലും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സംഘടിക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്. ഒരു വിഷയം തന്നെ ഏത് രീതിയിലാണ് ആ വിഷയത്തെ സമീപിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തർക്കമുണ്ടാകും. അപ്പം അത് സംഘടനാതലത്തിൽ ചർച്ച ചെയ്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങളുടെ അവകാശ പത്രിക അത് നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒരു MLA എന്നുള്ള നിലയ്ക്ക്, ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ അവകാശങ്ങൾക്കൊപ്പം നിൽക്കുവാനും അത് നിങ്ങൾക്ക് അംഗീകരിച്ച് കിട്ടുവാനും ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TP വിവേക് റിപ്പോർട്ടും ട്രഷറർ C കുമാരൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ M ഗോകുൽദാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് P സുനിത, സംസ്ഥാന പ്രസിഡന്റ് MP രവീന്ദ്രൻ, സെക്രട്ടറി K സേതുമാധവൻ, കൊണ്ടോട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഹമ്മദ് കബീർ പുളിക്കൽ, BJP ജില്ലാ സെക്രട്ടറി ചന്ദ്രൻ പറവൂർ, MVS ട്രസ്റ്റ് സെക്രട്ടറി M ദിനേശൻ, സംസ്ഥാന സമിതി അംഗം PA ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് PT സുധാകരൻ, സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ VPM വേലായുധൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ K വിജയൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ V പ്രഹ്ലാദൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P മനോജ് കുമാർ, CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KK സമദ് എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് ഡോക്ടർ അംബേദ്കർ വിളിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം അദ്ദേഹത്തിന്റെ അറിവിന്റെ മഹാവിഹായസിലേക്ക് അദ്ദേഹത്തിന് കടന്നു പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സമുദായ സംഘടനയുടെ സമ്മേളനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിലെ കരുത്ത് സമ്പത്തല്ല, നിങ്ങളുടെ കയ്യിലെ കരുത്ത് എന്ന് പറയുന്നത് അറിവായിരിക്കണം. വരാനിരിക്കുന്ന തലമുറയെ ഏത് തമ്പ്രാന്റെ മുമ്പിലും എണീറ്റ് നിന്ന് വർത്തമാനം പറയാൻ കഴിയുന്ന ആധുനിക വിദ്യാഭ്യാസമുള്ളവനായി നിങ്ങളുടെ മക്കളെ മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമായാൽ ഒരു സമുദായ സംഘടനക്കും തലകുനിക്കേണ്ടി വരില്ല. അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കാൻ വേണ്ടി കഴിയും. ആ അറിവ് നേടാൻ ആവശ്യമായ സാമൂഹികമായ മുന്നേറ്റത്തിനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിനാവശ്യമായ മാറ്റം നിങ്ങൾ ഉൾക്കൊള്ളണം. നിങ്ങളുടെ മക്കളിൽ നിന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യയിലെ ലോകോത്തര യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങളുടെ മക്കൾ നടന്നു പോകുന്ന ഒരു കാലമുണ്ടായാൽ ഇങ്ങനെ യോഗം ചേരേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകില്ല എന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. അതുകൊണ്ട് അറിവിനെ ആയുധമാക്കുന്ന, വിദ്യാഭ്യാസത്തെ ആയുധമാക്കുന്ന വരാനിരിക്കുന്ന നിങ്ങളുടെ തലമുറക്ക് ഈ നാടിന്റെ മുമ്പിൽ നട്ടെല്ലി ഉയർത്തി നിർന്ന് അഭിമാനത്തോടുകൂടി വർത്തമാനം പറയാൻ കഴിയില്ല. അറിവുള്ള ഒരു വിഭാഗമാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണമെന്നും അതിനാവട്ടെ നിങ്ങളുടെ ഈ സംഘത്തിന്റെയും സംഘടനയുടെയും പ്രവർത്തനങ്ങളൊന്നും നിങ്ങളെ ഏറെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന് പുതിയ പ്രസിഡന്റായി PT സുധാകരനെയും സെക്രട്ടറിയായി P മനോജ് കുമാറിനെയും തെരഞ്ഞെടുത്തു. തുടർന്ന് ഗാനമേള, നൃത്യങ്ങൾ തുടങ്ങിയ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, Air1.